വ്യാജവൈദ്യം സമൂഹത്തിന് വെല്ലുവിളിയാണെന്നും ഇതിനെതിരെ ജാഗ്രത പാലിക്കണമെന്നും ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ. കോഴിക്കോട്ട് നടന്ന 45ാമത് ജില്ലാ സമ്മേളനം സബ് കളക്ടർ ഹർഷിൽ ആർ മീണ ഉദ്ഘാടനം ചെയ്തു. ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 45ാമത് കോഴിക്കോട് ജില്ലാ സമ്മേളനം നടന്നു. സമ്മേളനം കോഴിക്കോട് സബ് കളക്ടർ ഹർഷിൽ ആർ മീണ IAS ഉദ്ഘാടനം ചെയ്തു. A good point about Ayurveda is that it focuses on treatment but holistic wellness and holistic immunity of a population. And I feel being in Kerala is especially very well posed, is one of the flagmark states when it comes to Kerala, and the general acceptance level of most of the populace when it comes to Ayurveda is very high, and it is reflected. It is also one of the major reasons why Kerala is a prominent even tourist destination. It has helped in improving immunity of the entire population, and obviously our proximity to Western Ghats, the medicinal plants that are there, and some of the niche techniques of Ayurveda like massages and all, which are very peculiar to Kerala. സാഹിത്യകാരനും മാധ്യമ പ്രവർത്തകനുമായ UK കുമാരൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. AMAI കോഴിക്കോട് പ്രസിഡന്റ് ഡോക്ടർ ചിത്രകുമാർ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ അനൂപ് VP, ഡോക്ടർ അഖിലേഷ് കുമാർ, ഡോക്ടർ അനീന, ഡോക്ടർ ശുഭശ്രീ, ഡോക്ടർ സുബിൻ തുടങ്ങിയവരും സംസാരിച്ചു. ചടങ്ങിൽ രാംദാസ് വൈദ്യർ മെമ്മോറിയൽ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ്, സാകല്യ യങ് എന്റർപ്രണർ അവാർഡ് എന്നിവ വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾ കാണാം ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.